ചേട്ടാ ഒരു ചായ കൂടി. ഓ ഹരി, അപ്പോൾ ഇതാണല്ലേ ബിരിയാണി ചായ? അച്ചു, ഇത് ബിരിയാണി ചായ അല്ല, ബിരിയാണി ചായ. ബിരിയാണി ചായ വേറെ. രണ്ട് ബിരിയാണി ചായ. അഭിലാഷേ, എന്തിനാണ് അതിനെ ബിരിയാണി ചായ എന്ന് വിളിക്കുന്നത്? ഇത് കുറച്ച് സ്പൈസിയാണ്. പിന്നെ നമ്മളെ ഇവിടെയൊക്കെ ഇപ്പം കുറച്ച് നാളായിട്ടുണ്ട്. വലിയ ഇതായിട്ടൊന്നും ഇല്ലായിരുന്നു. പുറത്തോട്ടൊക്കെയാണ്, കോഴിക്കോട്, കൊല്ലം അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരുപാടുള്ളത്. ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നത്? ഷുഗർ ഇടുന്നുണ്ട്, പാല്, തേയില, പിന്നെ ഞങ്ങളുടെ മസാല, ബിരിയാണി മസാല. ഇതെങ്ങനെ ഈ 3 ലെയറായിട്ട് ഇത് എങ്ങനെ നിർത്തണം? ഇതിനെ ലെയറായിട്ട് ഉണ്ടാക്കുന്നത് ടീ ഡെക്കോത്ത് ചെയ്ത് അടിയിലൊഴിക്കും. അതിൻ്റെ മേളിൽ പാല് ഫ്ലോത്ത് ചെയ്ത് മിക്സ് ചെയ്ത് ഒഴിക്കും. അതിൻ്റെ മേളിൽ വീണ്ടും ഒരു ടീ ഡെക്കോത്തും കൂടെ വരും. അതായത് ഇതിങ്ങനെ മറ്റേ ഇങ്ങനെ കലക്കി തന്നെ കുടിക്കണം, എങ്കിലേ ആ മസാലയുടെ ഫ്ലേവർ കറക്റ്റായി വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ എങ്ങനെ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോഴേ ബിരിയാണിയിൽ എന്താ ചേർക്കുക? ബിരിയാണി മസാലയാണ്, ചായ മസാലയാണ്. അതെ. ഈ മസാല ചായയും ബിരിയാണി ചായയും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ട് ഐറ്റം മസാലയാണ്. ചായ മസാലയുണ്ട്, ബിരിയാണി മസാല രണ്ടാണ്. ഇപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അത് ഒരിക്കൽ കുടിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരുപാട് പേര് ഇത് ബിരിയാണി ചായ ചോദിച്ചു വരുന്നുണ്ടോ? ഇതിന് സെപ്പറേറ്റ് കസ്റ്റമർ ഉണ്ട്, ഇതിന് വേണ്ടി വരണം. ഒരു 50 പേരം കസ്റ്റമർ ഡെയിലി വരാറുണ്ട്. ബിരിയാണി ചായ മാത്രം? എന്തിനാണ് ഇതിനെ ബിരിയാണി ചായ എന്ന് വിളിക്കുന്നത്? ഒരു വെറൈറ്റി പേരാണ്, ചായയുടെ ഒരു പ്രത്യേകത കാരണം അങ്ങനെ വിളിക്കുന്നത്. ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെയായിരുന്നു അച്ചുവിൻ്റെ ചോദ്യം. ബിരിയാണി ചായയിൽ ബിരിയാണി ഇല്ലെന്നേ ഉള്ളൂ. ചായ ഏതായാലും ഓരോ ചായയ്ക്കും ഓരോ വികാരമുണ്ട്. ബിജു വി എസ്, ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.